പഠിപ്പിക്കുന്നത്. ജൂൺ 1 ആകുമ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടാണ് പോകുന്നത്. എങ്ങനെ നിൽക്കും ഇത്രയും പിള്ളേരുടെ മുന്നിലെന്ന്. ഇപ്പോൾ കുറച്ച് ടീച്ചേഴ്സിനെങ്കിലും അങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ എത്ര അറിവുണ്ടെങ്കിലും അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ഒരു പേടി എന്തായാലും ഉണ്ടാവും. ഇല്ലേ ഇല്ലേ ഉണ്ട്. അപ്പോൾ പിള്ളേരെ നമ്മൾ പേടിക്കുമല്ല, പക്ഷേ ഒത്തിരി കുറേ പേര് കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട്. ഇപ്പോൾ പിള്ളേരെ വിളിച്ചിട്ട് നമ്മൾ മുന്നിൽ നിന്ന് പഠിപ്പിക്കാൻ നിൽക്കാൻ പറയത്തില്ലേ, നമ്മൾ സെമിനാറൊക്കെ എടുപ്പിക്കില്ലേ, അപ്പോൾ പിള്ളേർ കാണിക്കുന്ന ഒരു വിരളിത്തര കണ്ടിട്ടുണ്ടോ? അങ്ങനെയും ഉണ്ടല്ലേ. അപ്പോഴാണ് പിള്ളേർ മനസ്സിലാക്കുന്നത് അധ്യാപകരുടെ ഒരു പേടി. പിന്നെ ഞാൻ പഠിപ്പിച്ച് ഈ കാലങ്ങളിൽ ആദ്യം ഞാൻ പഠിപ്പിക്കാൻ ചെല്ലുമ്പോൾ ഞാൻ വിചാരിക്കും 1ാം സ്ഥാനം A+ കിട്ടുന്ന കുട്ടിയാണ് ഏറ്റവും നല്ലത്. ഞാൻ പഠിപ്പിച്ചിറങ്ങിയ സമയമാണ്, പഠിക്കുന്ന സമയത്താണ് കാര്യം പറഞ്ഞത്. അപ്പോൾ ആദ്യം പഠിപ്പിക്കാൻ ചെല്ലുമ്പോൾ A+ കിട്ടിയ കുട്ടികളോടൊരു സ്നേഹം, നല്ലതായിട്ട് പഠിക്കുന്നു, ഒന്നും പഠിക്കാതെ ഉഴപ്പി നടക്കുന്നവരുടെ ദേഷ്യം. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ മനസ്സിലാക്കി, ഈ A+ കിട്ടുന്ന കുട്ടി റോഡിൽ അത് കഴിഞ്ഞിട്ട് പഠിച്ചിട്ടൊക്കെ നടക്കുമ്പോൾ വലിയ വെയിറ്റാണ്. എവിടെ എൻജിനീയറിങ്ങിൻ്റെ എൻട്രൻസ് അല്ലെങ്കിൽ നീറ്റിന് പഠിക്കുകയാണ് എന്നൊക്കെ പറയും. എന്നിട്ട് പിന്നീട് കുറച്ച് കാലം കഴിയുമ്പോൾ ഞാൻ PSC ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയും. നമ്മളങ്ങോട്ട് ചെന്ന് ചോദിച്ചാലേ പറയും വലിയ ഗമയാണ്, ഈ ഗവൺമെൻറ് ജോലി കിട്ടാൻ പോവാണ്. അതേസമയം ഞാൻ വഴക്ക് പറഞ്ഞിട്ടുള്ള കുട്ടികളുണ്ടല്ലോ, ഏതെങ്കിലും റോഡിൽ നിന്ന് ബസ് കിട്ടാൻ നിൽക്കുമ്പോൾ ബൈക്കിൽ വരും, ടീച്ചറെ ഞാൻ കൊണ്ടാക്കണോ? ഞാൻ പണ്ട് ടീച്ചറെ ഞാൻ അടിച്ചിട്ടുണ്ട് ക്ലാസ്സിൽ വെച്ച്, വഴക്ക് പറഞ്ഞ ആളാ ഞാൻ, അങ്ങനെ പറഞ്ഞിട്ട് ഓടി വരും. ഞാൻ ഓർക്ക് ഞാൻ എന്തൊരു വൃത്തികെട്ട ടീച്ചറായി.